ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ കാണുന്ന വീടിൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ കാണിക്കുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് ഈ ഒരു വീടാണ്. ഇത് നമ്മുടെ നൈബറായിട്ടുള്ള അഷ്റഫ് ഖാൻ്റെയും സെലീനത്തയുടെയും വീടാണ്. ഇതൊരു 7 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടാണിത്. ഇവിടെയൊക്കെ പുറത്തൊക്കെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെടികൾ വെക്കുമ്പോൾ തന്നെ ആ ഒരു വീടിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ കാർ പോർച്ച് ഏരിയ. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. അപ്പോൾ സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഒരു ഔട്ട്ഡോർ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇവിടെ വരുന്നത്. പിന്നെ മെയിൻ ഡോറ് ഡബിൾ ഡോറാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ വുഡനിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഇരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് തന്നെ ലിവിങ് ഏരിയയിലോട്ട് തന്നെയാണ്. റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ ഉള്ളത്. നല്ല മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ സോഫ സെറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോഫ സെറ്റിയുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു വെൽവെറ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ടീപ്പോയി വെച്ചിട്ടുണ്ട്. പിന്നെ സീലിങ്ങിലൊക്കെ ഇതുപോലത്തെ ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമാണുള്ളത്. 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡും പിന്നെ ഒരു കോമൺ ടോയ്ലറ്റും കിച്ചണും മെയിൻ ഹാള് ലിവിങ് ഏരിയ അങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മൾ മെയിൻ ഹാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് കിച്ചണിലോട്ടായാലും ബെഡ്റൂമിലേക്കൊക്കെ ഉള്ളൊരു ഓപ്പൺ ഈ ഒരു ഹാളിൽ നിന്നാണ് വരുന്നത്. ഇത് ലിവിങ് ഏരിയയിൽ നിന്ന് ഹാളിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പാർട്ടീഷൻ വർക്കാണ്. അപ്പോൾ ഇത് ഒരു മൾട്ടിവുഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നേരിട്ട് കാണാൻ ഇതിനെക്കാട്ടിലും ഭംഗിയുണ്ട്. നല്ല ഒരു ഡിസൈനാണത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ താഴെ ആയിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഏരിയ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു 6 ചെയർസ് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണുള്ളത്. അപ്പോൾ ഇതൊരു വുഡൻ ടേബിളാണ്. അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കളറ് ഗ്ലാസ് ആണ് വരുന്നത്. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹോളിൻ്റെ മുകളിൽ സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചണിൽ ചെയ്തെടുത്തിട്ടുള്ള ഡോറ് ഗ്ലാസ്സിലും വുഡനിലൊക്കെ ഉണ്ടാക്കിച്ചിട്ടുള്ള ഒരു ഡോറാണ്. പിന്നെ ഈ ഒരു കിച്ചൺ ടൂർ വീഡിയോ ഞാനിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ഞാനിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകൾ കാണാം. ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണിത്. അതുപോലെ സീലിങ്ങിൽ ഇതേപോലത്തെ വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന കട്ടിലൊക്കെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ്. വാർഡ്രോബും അങ്ങനെ തന്നെയാണ്, മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ കളർ തീം എന്ന് പറയുന്നതിന് വൈറ്റും കോഫി കളേഴ്സുകളാണ് അധികം നമുക്കിവിടെ കാണാൻ പറ്റുക.
ഈ വീടിൻ്റെ എല്ലായിടത്തും ഇതേപോലെ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റില്ല. ഇതിൻ്റെ അകത്താണ് ബാത്റൂം ഉള്ളത്. ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നെക്സ്റ്റ് ബാത്റൂമിൻ്റെ ഡോറാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇനി നമുക്ക് ഇവിടുത്തെ മറ്റു ബെഡ്റൂമുകളിലേക്ക് പോവാം. അപ്പോൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. ഇത് ഇവിടുത്തെ ഗ്രാൻഡ് പാരൻസിൻ്റെ റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കട്ടിൽ വുഡാണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അലമാര അങ്ങനെ തന്നെയാണ്. ഇത് ഇവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുള്ള അലമാരയാണിത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. പിന്നെ സീലിങ്ങിലൊക്കെ ഇതേപോലത്തെ വർക്ക്സുകൾ വരുന്നുണ്ട്. ഇത് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കോമൺ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് പോവാം. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഈ കാണുന്ന സ്റ്റെപ്പിലൊക്കെ മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ കളർ തന്നെയാണ്. ഇവർ രാജസ്ഥാനിൽ നേരിട്ട് പോയിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. സ്റ്റെയർ ഫുള്ള് സ്റ്റീലും വുഡണൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് വലിയൊരു ഹാളിലോട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഓപ്പൺ ടെറസിലോട്ടാണ് ഡോർ വരുന്നത്. ഇവിടെ 2 ബെഡ്റൂമുകളാണുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഡോറ് ഇവിടുത്തെ സ്റ്റോർ റൂമിലേക്കുള്ള ഡോറാണ്. അപ്പോൾ ആ സ്റ്റോർ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോവാം. ഇത് ഇവിടുത്തെ മോളുടെ റൂമാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ മുകളിലത്തെ 2 റൂമും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ബെഡ്റൂമേ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. സീലിങ്ങിലൊക്കെ ഇതേപോലത്തെ വർക്ക്സാണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ ഉള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലോട്ട് പോവാം.
ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് 53 ലക്ഷം രൂപക്കാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനറെയും അതേപോലെ തന്നെ ആർക്കിടെക്റ്റിൻ്റെയും ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.